ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. CPI ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം PV കുഞ്ഞുണ്ണി നായർ സ്മാരക ടൗൺ ഹാളിൽ ആരംഭിച്ചു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPI ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം PV കുഞ്ഞുണ്ണി നായർ സ്മാരക ടൗൺ ഹാളിൽ ആരംഭിച്ചു. മുതിർന്ന CPI നേതാവ് P കാസിം പതാക ഉയർത്തി. സഖാവ് EK സുഭാഷ് രക്തസാക്ഷി പ്രമേയവും KN ശിവദാസൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സഖാക്കൾ PM ദേവദാസ്, K പാറുക്കുട്ടി, ജയപ്രകാശൻ എന്നിവർ അടങ്ങിയ പ്രസീഡിയവും EK സുഭാഷ്, അനിൽകുമാർ എന്നിവർ അടങ്ങിയ മിനിറ്റ്സ് കമ്മിറ്റിയും പ്രിയ നിതിൻ എന്നിവർ പ്രമേയ കമ്മിറ്റിയും MS പൗലോസ്, ലത്തീഫ് എന്നിവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ OK സൈതൽവി, സുമലത, മോഹൻദാസ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം A പ്രഭാവതി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംസാരിച്ചു. ഇന്നും നാളെയുമായി സമ്മേളന നടപടികൾ പൂർത്തിയാക്കി പുതിയ മണ്ഡലം കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് നാളെ വൈകുന്നേരം സമ്മേളനം അവസാനിക്കും. രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ നമ്മുടെ പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഈ സമ്മേളനത്തിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സംഘടനാപരമായിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടാണ്. നമ്മുടെ പാർട്ടി സംഘടനാ രംഗത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഓരോ ഘടകങ്ങളും കഴിഞ്ഞ 3 കൊല്ലക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സൂക്ഷ്മമായ പരിശോധന ഒരു മണ്ഡല സെക്രട്ടറി റിപ്പോർട്ടായി അവതരിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഓരോ ഘടകത്തിലും നമുക്ക് നടത്തുന്നത്. കഴിഞ്ഞ 3 കൊല്ലക്കാലത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് നമ്മുടെ പാർട്ടിക്ക് ഓരോ പ്രദേശത്തും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമ്മുടെ കുറവുകൾ, എന്തൊക്കെയാണ് നമ്മുടെ വീഴ്ചകൾ? രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ പാർട്ടിക്ക് ഓരോ പ്രദേശത്തും കഴിഞ്ഞിട്ടുണ്ടോ? അത് സ്വയം വിമർശനമായി പരിശോധിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.